നെഗറ്റിവിറ്റി വരുമ്പോൾ എങ്ങനെയാണ് ഇതിനെയൊക്കെ ഒന്ന് ഓവർകം ചെയ്യാനുള്ള ഫസ്റ്റ് മെത്തേഡ് എന്താ? ഞാൻ അത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ലൈക്ക് അവരുടെ സ്റ്റാൻഡേർഡ് ആണല്ലോ അവര് പബ്ലിക്കായിട്ട് വിളിച്ചു പറയുന്നത്. ഞാനപ്പോ അത് കെയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു തുർക്കി യാത്ര കുറെ തുറുപ്പ് ചീട്ടുകളായിന്ന് പറയല്ലേ കുറെ ആൾക്കാർക്ക്. കുറെ ആൾക്കാരുടെ കണ്ടന്റ് ആണ്. എന്റെ മാനാഭിമാനത്തെ ചോദ്യം ചെയ്ത പോലെയല്ലേ. സോ അതുകൊണ്ടാണ് ഞാൻ കേസ് ഫയൽ ചെയ്യുന്നത്. BMW കാറിലുണ്ടായ ഒരു ലക്ഷറി മാസ്റ്റർബേഷൻ എന്നൊക്കെ നമുക്ക് പറയാം. ഞാൻ 4-5 വീഡിയോ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. KSRTC വെച്ചിട്ട് ആൾക്കാര് തൊടുന്നതും പിടിക്കുന്നതും മസ്റ്റർബേറ്റ് ചെയ്യുന്നതും എവറിത്തിങ്. ഞാനിങ്ങനെ ഫ്രീ ആയിട്ട് പോകുന്നോണ്ടാണ് പബ്ലിക് ട്രാൻസ്പോർട്ടിൽ പോയിക്കൂടെ. സോ KSRTC നടക്കുന്ന അവർ അതിനെന്താ അപ്പൊ പറയാനുള്ളത്? ഞാൻ തിരിച്ചു ചോദിക്കുകയാണ്, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? തംബ്നെയിൽ വരാൻ വേണ്ടി മാത്രം ഇങ്ങനെയുള്ള ഫോട്ടോസ് യൂസ് ചെയ്യുന്നു, ഇങ്ങനെയുള്ള ക്യാപ്ഷൻസ് യൂസ് ചെയ്യുന്നു. ഇതൊരു റവന്യൂ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ? എനിക്ക് ഇൻകം സോഴ്സ് യൂട്യൂബ് ആണ്. സോ ഞാൻ എൻ്റെ ട്രാവലിൽ ഉണ്ടാകുന്ന നല്ലതും മോശവും എന്ത് എക്സ്പീരിയൻസ് ആണെങ്കിൽ ഞാൻ ഷെയർ ചെയ്യും. അല്ലാതെ കണ്ടവരെല്ലാവരെയും പോലെ ഇങ്ങനെ എന്താ പറയുക ഗിവ് അവേ ഉണ്ട്, മറ്റതുണ്ട് മറിച്ചതുണ്ട്, കണ്ടതിനും മറിച്ചതിനും ഒക്കെ ഞാൻ പോയിട്ട് പൈസ തന്നാൽ പോലും ഞാൻ ചെയ്യാറില്ല. എനിക്ക് ഇതിലും വേഴ്സ് സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഈ സീക്രട്ട് ഏജന്റ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മുന്നേ, എനിക്കൊന്ന് 1 year ആയോന്ന് എനിക്കറിയില്ല. അപ്പൊ അതിൽ പറയുന്നത് കംപ്ലീറ്റ്ലി പച്ച കള്ളാണ്. സ്വകാര്യ ഭാഗം കാണിച്ച് വശീകരിച്ച് എന്നുള്ള സാധനം വായിച്ചു ഞാൻ. ജോർജ് ആ ഒരു ഫാമിലി ഇഷ്യൂ ഇപ്പോഴും സ്റ്റിൽ ആൾക്കാർ സംസാരിക്കുന്നുണ്ട്. എനിക്കും അതിനകത്ത് വീഡിയോ കണ്ടപ്പോൾ ഒരു ക്ലാരിഫിക്കേഷൻ ഇഷ്യൂ തോന്നി. ആ ഫാമിലിനെ ഞാൻ മോശമാക്കി ചിത്രീകരിക്കണം അന്ന് എനിക്ക് ആദ്യമേ ചിത്രീകരിക്കാൻ പറയാം ചെയ്താൽ പോരായിരുന്നു. രാത്രി തണുത്ത് വറച്ച് 12 മണിക്ക് ഞാൻ ഇങ്ങനെ ഫ്രീസായി പുറത്ത് നിന്ന് ഞാൻ മറ്റേ സ്ട്രഗിൾ ചെയ്തിട്ട് തന്നെ എനിക്കത് ചെയ്യണമായിരുന്നോ? ഇതിങ്ങനെ ഞാൻ മരിക്കണവരുണ്ടാവും. മരിച്ചു കഴിയുമ്പോ മറ്റേ നേരെ തിരിയും. ഓ അവൾ അടിപൊളിയായിരുന്നു, അവൾ ഇത്ര ലോകം കണ്ട ആളായിരുന്നു, അങ്ങനെ ഉറപ്പാ. നോയിക്കോ, ഞാൻ ഇത് എക്സ്പെക്ട് ചെയ്യുന്ന എന്റെ മരണ. സീരിയസ്ലി അതല്ലാണ്ട് ഇതിനൊരു എൻഡ് ഇല്ല. ഉറപ്പ് ഏറ്റവും കുറഞ്ഞ വില, വമ്പിച്ച കളക്ഷൻസ്, ബെസ്റ്റ് ഫിനാൻസ്, ക്യാഷ് ബാക്ക് ആൻഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ. സ്മാർട്ട് ഫോണിന് ഓൺലി ഓക്സിജൻ. ഓക്സിജൻ, ദ സ്മാർട്ട് ഫോൺ എക്സ്പെർട്ട്. ഓരോ യാത്രകളും നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ തരുന്നതാണ്. അങ്ങനെ തൻ്റെ അനുഭവങ്ങളും ഒരുപാട് വിശേഷങ്ങളും ഒക്കെ നമ്മളിലേക്ക് എത്തിക്കുന്ന യൂട്യൂബർ, ട്രാവലർ, ബാക്ക് പാക്കർ അരുണിമയാണ് ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത്. വെൽക്കം ടു മൂവി വേൾഡ് മീഡിയ. ഞാൻ ചൈതന്യ. ഹലോ, നമസ്കാരം. ഹായ്, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. കുറെ നാളിന് ശേഷമാണോ കേരളത്തിലേക്ക് തിരിച്ച്? അല്ല, ഞാൻ 2 months മുന്നേ വന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെയുണ്ട്? അപ്പോൾ ആ സമയത്താണോ ഒരു നോർത്ത് ഇന്ത്യൻ യാത്ര പോയത്? ഹൈദരാബാദിലേക്ക് പോയത് ആ സമയത്തായിരുന്നോ? യെസ്, ഞാൻ ഹൈദരാബാദ് വഴി ഇങ്ങനെ പ്ലാൻ ഒന്നും ഇല്ലായിരുന്നു, ഇങ്ങനെ ചുമ്മാ പോയി. ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ അരുണിമേനെ കാണുമ്പോൾ ഒരുപാട് യാത്രകൾ, ഇപ്പം പെൺകുട്ടികളെ സംബന്ധിച്ച് അവരൊരുപാട് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ എക്സ്പ്ലോർ ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു സാധനം അരുണിമ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് കാണുമ്പോൾ പ്രൗഡായിട്ടിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. എന്നാൽ അറ്റ് ദ സെയിം ടൈം കുറേ ആൾക്കാർ ഇതിനെതിരെ സംസാരിക്കുന്നവരുണ്ട്, ഇതിൻ്റെ നെഗറ്റിവിറ്റീസ് പറയുന്നവരുണ്ട്. അപ്പം എനിക്കൊന്ന് റീസെൻ്റ്ലി കുറേ നെഗറ്റീവ്സ് അരുണിമയ്ക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇതൊന്നും നമുക്ക് പുത്തരിയല്ല. അപ്പം എനിക്കിന്ന് അരുണിമേനെ കണ്ടപ്പോൾ തന്നെ ഫസ്റ്റിൽ എനിക്ക് ചോദിക്കാനുണ്ടായിരുന്നത്, ഇത്ര നെഗറ്റിവിറ്റി വരുമ്പോൾ എങ്ങനെയാണ് ഇതിനെയൊക്കെ ഒന്ന് ഓവർകം ചെയ്യാനുള്ള ഫസ്റ്റ് മെത്തേഡ് എന്താണ്? ഞാൻ അത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ലൈക്ക് അവരുടെ സ്റ്റാൻഡേർഡ് ആണല്ലോ അവര് പബ്ലിക്കായിട്ട് വിളിച്ചു പറയുന്നത്. ഞാനപ്പോൾ അത് കെയർ ചെയ്യേണ്ട ആവശ്യമില്ല. സോ അതെന്നെ എഫക്ട് ചെയ്യുന്നില്ല. കാരണം ഞാൻ ചിലപ്പോൾ വീഡിയോ ഇട്ടിട്ട് അത് അപ്ലോഡ് ആയിട്ട് അത് വൈറലായോ എന്താ ഞാൻ അധികം നോക്കിയിരിക്കുമല്ല. ഒരു പണിയില്ലാത്ത ആളുകളായിരിക്കും അത് നോക്കിയിരിക്കുന്നുണ്ടാവുക. പിന്നെ അത് വൈറലായിട്ട് ഇങ്ങനെ ഭയങ്കര എന്തെങ്കിലുമൊക്കെ വേറെ ആൾക്കാരൊക്കെ എടുത്ത് ചെയ്യുന്നുണ്ടാവും. അപ്പോഴായിരിക്കും എൻ്റെ ഫ്രണ്ട്സ് എനിക്ക് അയച്ചു തരാം. അപ്പോഴാണ് ഞാൻ ഈവൻ കമന്റ് ബോക്സ് ഓപ്പൺ ചെയ്യുന്നത്. ഞാൻ നോക്കിയിട്ടേ ഉണ്ടാവില്ല കമന്റ്സ് വായിച്ചാലാണല്ലോ നമുക്ക് നെഗറ്റീവ് മൈൻഡ് തന്നെ വരാറ്. പിന്നെ ഇങ്ങനെ റാൻഡം ആയിട്ടുള്ള കമന്റ്സേ വരും. ഇപ്പോൾ 1000 കമന്റ്സ് വന്നാൽ അതിലൊരു 10-20 കമന്റ് ആയിരിക്കും മാക്സിമം വായിക്കുക. കാരണം നമ്മൾ കംപ്ലീറ്റ്ലി ഇങ്ങനെ ഞാൻ എനിക്ക് വേണ്ടി ട്രാവൽ ചെയ്യുന്നത്, വേൾഡ് കാണാൻ വേണ്ടിയിട്ടാണ് ട്രാവൽ ചെയ്യുന്നത്. അതിലുള്ളൊരു സോഴ്സ് ഓഫ് ഇൻകം മാത്രമാണ് എനിക്ക് സോഷ്യൽ മീഡിയ. പിന്നെ ഒരുപാട് നല്ല അനുഭവങ്ങൾ എനിക്ക് അതിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. മീൻസ് ഒരുപാട് ആൾക്കാർ വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ. അപ്പോൾ ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട് എനിക്ക്. അതാണ് ഫസ്റ്റ് തിങ്. സോ എനിക്ക് ഒരുപാട് പോസിറ്റീവ് ഉള്ളപ്പോൾ ഞാൻ നെഗറ്റീവ് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അതൊരു നല്ല ടോപ്പിക്കാണ്, നല്ലൊരു പോയിന്റ് ആണ് ഈ കാര്യത്തിൽ. പക്ഷേ ഇപ്പൊ റീസെന്റ് നമുക്ക് ഒരു തുർക്കി യാത്ര കുറെ തുറുപ്പ് ചീട്ടുകളായിന്ന് പറയല്ലേ കുറെ ആൾക്കാർക്ക്. കുറെ ആൾക്കാരുടെ കണ്ടന്റ് ആണ് അത്. അരുണിമയുടെ സ്വന്തം കണ്ടന്റിന് നമ്മൾ കോപ്പിറൈറ്റ് കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് എത്തി തോന്നല്ലേ? ഞാൻ ആക്ച്വലി നാളെ ഞാൻ അത് സൈബർ കേസ് ഫയൽ ചെയ്യാൻ വേണ്ടി പോവാണ്.
എനിക്ക് ടൈം കിട്ടിയില്ല. ഞാൻ നാട്ടിൽ വന്നിട്ട് ഒരു 5 days ആയിട്ടുള്ളൂ. സോ നാളെ ജസ്റ്റ് ഇനി ഒന്ന് ഫ്രീ ആവാൻ പോകുന്നത്. അപ്പൊ നാളെ ഞാൻ കാലിക്കറ്റ് പോയിട്ട് അവിടെ സൈബർ കേസ് ഫയൽ ചെയ്യാൻ പോകുന്നു. അപ്പൊ ഇപ്പൊ റിയാക്ട് ചെയ്ത എല്ലാ ആൾക്കാർക്കും യെസ്, പണി കിട്ടാൻ പോകുന്നു. 8ന്റെ പണി കിട്ടാൻ പോവാണ് അല്ലേ? കാരണം വളരെ മോശമായിട്ടാണ് അതിൽ എഴുതിയേക്കുന്നത്. അപ്പോ അങ്ങനെ എഴുതുമ്പോ അത് മോശമായിട്ടുള്ള ഒരു കാര്യമല്ലേ. അപ്പൊ അതുകൊണ്ട് ഞാനത് കേസ് ഫയൽ ചെയ്യുന്നു. കാരണം ഞാനിത് മൈൻഡ് ചെയ്യാറില്ല. പക്ഷെ ഞാൻ കാരണം എന്റെ ഫ്രണ്ട്സിനും മറ്റുള്ള ആളുകൾക്കൊക്കെ അത് ബുദ്ധിമുട്ടാവുന്നുണ്ടെങ്കിൽ അപ്പൊ അതുകൊണ്ട് ഞാൻ അത് എന്തായാലും പറയാ, ലീഗലി മൂവ് ചെയ്യാം. നമ്മള് അവരെ റിയാക്ട് ചെയ്യാനോ അവരെ പറ്റി മോശം ഞാൻ ഒരു കുറെ വീഡിയോ പറഞ്ഞിട്ടൊന്നും കാര്യമല്ല. സോ ലീഗലി മൂവ് ചെയ്യുന്ന ബെറ്റർ ഓപ്ഷൻ. ഓക്കെ. പക്ഷെ കുറെ പേര് ക്ലാരിഫിക്കേഷൻ ചോദിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ റീസെന്റ് ഇപ്പൊ നോക്കിയ വീഡിയോസിൽ, ഇന്നലെ പോലും ഇരുന്ന് നോക്കിയ വീഡിയോസിൽ അരുണിമ വന്ന് ഇതിനെ പറ്റി സംസാരിക്കേണ്ടതുണ്ട്. പല കാര്യങ്ങളും കണ്ടിട്ടില്ല. അതായത് ഞാൻ ബ്ലോഗറിന്റെ പേര് പറയുന്നില്ല. അപ്പൊ ആ ബ്ലോഗർ പറയുന്നുണ്ട് അരുണിമ ഇതിനൊരു ക്ലാരിഫിക്കേഷൻ തരേണ്ടതുണ്ട്. ഇപ്പം നേരത്തെ ഇഷ്യൂസ് ആണെങ്കിലും നമുക്ക് അതിലേക്കൊന്നും ചെയ്യാൻ കഴിവില്ലാത്തവരല്ലേ എന്നെ വെച്ചിട്ട് പൈസ ഉണ്ടാക്കുന്നത്. സോ എനിക്ക് ഭയങ്കര ഷെയിമായിട്ടാണ് തോന്നാറ്. ഓക്കെ. അപ്പൊ ആ ക്ലാരിഫിക്കേഷൻ വേണോന്നൊക്കെ ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ക്ലാരിഫിക്കേഷൻ കൊടുക്കാൻ താല്പര്യമുണ്ടോ? നമുക്ക് ഇതിലൂടെ ഒരു ക്ലാരിഫിക്കേഷൻ കൊടുത്താലോ എന്ന്? അതിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും ഇപ്പൊ തുർക്കിയിലെ ഓരോ യാത്രകൾ ഇപ്പൊ എല്ലാരും ഈ കമന്റ് സെഷനിൽ ഏറ്റവും കൂടുതൽ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എന്താ പറയാ, ഇത് തന്നെ നോക്കിയിരിക്കുന്ന ഒരാളല്ല. ഞാനത് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോ റേഞ്ച് ഇല്ലാത്ത കുന്നിന്റെ മലയിന്ന് റേഞ്ച് കണ്ടുപിടിച്ച് പോയിട്ടായിരിക്കും ഞാൻ ഒരു വീഡിയോ ഇടുന്നുണ്ടാവാം. അത് കഴിഞ്ഞിട്ട് ഞാൻ അപ്പൊ തന്നെ ഫോൺ ഓഫ് ചെയ്ത് ഞാൻ അടുത്ത സ്ഥലത്ത് ക്യാമ്പ് ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഫോൺ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറയാ, എനർജി സേവ് ചെയ്യണം. അതായത് എനിക്ക് ചിലപ്പോൾ ഒരു പവർ ബാങ്ക് ഉണ്ടാവുള്ളൂ, അത് ചാർജ് ചെയ്ത് വേറെ ഏതെങ്കിലും സ്ഥലത്ത് നിന്നിട്ടായിരിക്കും. റെസ്റ്റോറന്റിൽ ഫുഡ് കഴിക്കുന്ന 20 minutes ആയിരിക്കും ഞാൻ അവിടെ ചാർജ് ചെയ്തിട്ടുണ്ടാവുക. അത് കഴിഞ്ഞിട്ട് ഞാൻ ട്രക്ക് ചെയ്ത് മലേന്റെ മുകളിൽ എത്തുമ്പോൾ റേഞ്ച് ഉണ്ടാവില്ല, നെറ്റ് ഉണ്ടാവില്ല. അപ്പൊ ആ സമയത്ത് ഞാൻ എപ്പോഴും ഫോൺ ഇങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളല്ല. സോ ഞാൻ മൈൻഡ് ചെയ്യാറേ ഇല്ല. ഓക്കെ. അപ്പം ഈ കാറിലെ യാത്രകൾ അല്ലെങ്കിൽ ഇപ്പൊ ട്രക്കിലെ യാത്രകൾ, ഇപ്പൊ പൊതുവെ എല്ലാരും പറയും ട്രക്കിലെ ആൾക്കാർക്ക് കയറാനാണ് കുറച്ചുകൂടെ പേടി, ട്രക്കിൽ എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്കറിയില്ല, കാറ് കുറച്ചുകൂടി സേഫ് ആണെന്ന് പറയാം. പക്ഷെ എനിക്ക് തോന്നുന്നു, ഞാൻ ഈ റീസെന്റ് കണ്ട വീഡിയോസിൽ ട്രക്കാണ് കുറച്ചും കൂടെ അരുണിമയ്ക്ക് സേഫ് ആയിരുന്നു. കാറിൽ നിന്നാണ് കൂടുതലും മോശം അനുഭവങ്ങൾ. എനിക്ക് കാറിൽ നിന്നും ട്രക്കിൽ നിന്നും ഒക്കെ മോശം അനുഭവം ഉണ്ടായിട്ട് റീസെന്റ് ഞാൻ 4-5 വീഡിയോ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. KSRTC വെച്ചിട്ട് ആൾക്കാര് തൊടുന്നതും പിടിക്കുന്നതും മസ്റ്റർബേറ്റ് ചെയ്യുന്നതും എവറിത്തിങ്. കാരണം ആരെങ്കിലും എന്തെങ്കിലും എന്നോട് ചോദിക്കുകയാണെങ്കിൽ അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അതായത് ഞാൻ ഹിച്ച് ഹൈക്ക് ചെയ്ത് യാത്ര ചെയ്തുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ മോശം അനുഭവങ്ങൾ ഉണ്ടാകുന്നത്. അതായത് ഞാൻ പൈസ കൊടുക്കാണ്ട് ഫ്രീ ആയിട്ടാണല്ലോ, മീൻസ് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് എന്താ പറയാ യാത്രാ രീതിയാണ് ഹിച്ച് ഹൈക്കിംഗ് എന്ന് പറയുന്നത്. കാണുന്ന വണ്ടികളിലൊക്കെ ലിഫ്റ്റ് അടിക്കുന്നത്, അത് വില്ലിങ് ആയിട്ടുള്ള ആൾക്കാരാണ് നിർത്തുന്നത് നമ്മൾ ഹിച്ച് ഹൈക്ക് ചെയ്യുന്ന സമയത്ത്. അപ്പൊ എല്ലാവരും ഇങ്ങനെ റീസെന്റ് ഞാൻ ഇങ്ങനെ റാൻഡം ആയിട്ട് കമന്റ് വായിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കണ്ട ഒരു കമന്റ് ആണ് എന്താ പറയാ, ഞാനിങ്ങനെ ഫ്രീ ആയിട്ട് പോകുന്നോണ്ടാണ് പബ്ലിക് ട്രാൻസ്പോർട്ടിൽ പോയിക്കൂടെ. സോ KSRTC നടക്കുന്ന അവർ അതിനെന്താ അപ്പൊ പറയാനുള്ളത്? ഞാൻ തിരിച്ചു ചോദിക്കുകയാണ്, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഓക്കെ. അപ്പം കമന്റ് സെക്ഷനിൽ നമുക്ക് ചോദിക്കാം, അങ്ങനെ തന്നെ ചോദിക്കാം. ശരിയല്ലേ? വാല്യൂബിൾ ആയിട്ടുള്ള ഒരു പോയിന്റ് അല്ലേ പറഞ്ഞേ? അത് കറക്റ്റ് ആണ് കേട്ടോ. പിന്നെ അതേപോലെ ഞാൻ ഈ തുർക്കിയിലെ സംഭവത്തില് വേറെ കണ്ട കുറച്ചായി അരുണിമ കണ്ടന്റിന് വേണ്ടി മാത്രം, തംബ്നെയിൽ വരാൻ വേണ്ടി മാത്രം ഇങ്ങനെയുള്ള ഫോട്ടോസ് യൂസ് ചെയ്യുന്നു, ഇങ്ങനെയുള്ള ക്യാപ്ഷൻസ് യൂസ് ചെയ്യുന്നു. ഇതൊരു റവന്യൂ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ? ആക്ച്വലി അതിനകത്ത് അത്രയും കണ്ടന്റ് ഉണ്ടോ എന്ന് ചോദിക്കുന്ന ആൾക്കാരും ഉണ്ട്. ഞാൻ ഒരു കണ്ടന്റും ഇല്ലാണ്ട് ഒരു ഇതും ഇടാറില്ല. എന്റെ ഏത് തംബ്നെയിൽ എടുത്ത് നോക്കിയാലും അത് കാണാൻ പറ്റും. ഇപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം. എന്തെങ്കിലും അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കണ്ടന്റ് ഉണ്ടെങ്കിലാണ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ എന്താ പറയാ, ജസ്റ്റ് പനി പിടിക്കുമ്പോൾ മരിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇടാറില്ല. സോ അത് മാത്രമല്ല, എൻ്റെ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് എൻ്റെ യൂട്യൂബ് ചാനലിൽ നിന്ന് മാത്രമാണ്. ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഞാൻ ഭയങ്കര സെലക്റ്റീവ് ആയിട്ട് പ്രൊമോഷൻ ചെയ്യുന്ന, അല്ലാതെ കണ്ടവരെല്ലാവരെയും പോലെ ഇങ്ങനെ എന്താ പറയുക ഗിവ് അവേ ഉണ്ട്, മറ്റേതുണ്ട് മറിച്ചതുണ്ട്, കണ്ടതിനും മറിച്ചതിനും ഒക്കെ ഞാൻ പോയിട്ട് പൈസ തന്നാൽ പോലും ഞാൻ ചെയ്യാറില്ല. സോ അത്രയും സെലക്റ്റീവായി ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് യൂട്യൂബ് റവന്യൂ മാത്രമുള്ള അത് വെച്ചാണ് ഞാൻ ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ അത് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് വീഡിയോസ് ഇടുന്നതെല്ലാം. സോ അങ്ങനെ. അതുപോലെ ഈ കണ്ടന്റ് ജനറേറ്റ് ചെയ്ത്, അതായത് ഇത് ശരിയായിട്ടുണ്ടാവുന്ന കണ്ടന്റുകളല്ല, ഞാൻ എന്റെ ട്രാവലിൽ ഉണ്ടാവുന്ന എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഞാൻ ഈവൻ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ അല്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു ട്രാവലർ മാത്രമാണ്. സോ ട്രാവൽ ചെയ്യാൻ എനിക്ക് പൈസ വേണം, എനിക്ക് ഇൻകം സോഴ്സ് യൂട്യൂബ് ആണ്. സോ ഞാൻ എന്റെ ട്രാവലിൽ ഉണ്ടാവുന്ന നല്ലതും മോശവും എന്ത് എക്സ്പീരിയൻസ് ആണെങ്കിൽ ഞാൻ ഷെയർ ചെയ്യും. പക്ഷെ ഈ എക്സ്പീരിയൻസ് പോലും കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് പറയുന്നുണ്ട്. ലൈക്ക് ഞാനൊരു വായിച്ച കമന്റ് ആണ്, സെഡ്യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് ആൾക്കാർ ഇങ്ങനെ
ചെയ്യുന്നത്. ആ സമയത്ത് അവരെ യൂസ് ചെയ്തിട്ട് ഇപ്പൊ അരുണിമ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് അവർക്ക് മനസ്സിലാവില്ല. അപ്പൊ സോ അതുകൊണ്ട് ആ ടൈമിൽ എന്താ നടക്കുന്നതെന്നറിയില്ല. അപ്പൊ ആൾക്കാർ അത്ര കടന്ന് ചിന്തിച്ചാണ് അതാണ് ഞാൻ കേസ് കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, അത് പറയുമ്പോ ലൈക് അതെന്താ പറയാ, എന്റെ മാനാഭിമാനത്തെ ചോദ്യം ചെയ്ത പോലെയല്ലേ. സോ അതുകൊണ്ടാണ് ഞാൻ കേസ് ഫയൽ ചെയ്യുന്നത്. ഓക്കെ. ഇപ്പം നമ്മള് KSRTC ബസ്സിലെ മാസ്റ്റർബേഷനെ പറ്റിയിട്ട് പറഞ്ഞു. അപ്പൊ അവരെന്താ സെഡ്യൂസ് ചെയ്തതുകൊണ്ടാ? അതായിരിക്കില്ല. ഇപ്പം അതായത് ഇപ്പൊ നമ്മൾ ആ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ തുർക്കിയിലുണ്ടായ BMW കാറിലുണ്ടായ ഒരു ലക്ഷറി മാസ്റ്റർബേഷൻ എന്നൊക്കെ നമുക്ക് പറയാം. ഇല്ല, അവിടെ ഓൾമോസ്റ്റ് BMW ബെൻസ് ഒക്കെ അത് കോമൺ ആയിട്ടുള്ള വെഹിക്കിൾസ് ആണ്. നമുക്കാണ് അത് ഭയങ്കര പ്രീമിയം. അല്ല, ഇത് ഈ ലക്ഷറി മാസ്റ്റർബേഷൻ എന്നുള്ളത് കമന്റ് സെക്ഷനിൽ ഉണ്ടായിരുന്ന ഒരു വേർഡാണ്. അതാണ് എന്നെക്കാൾ നന്നായിട്ട് എന്റെ കമന്റ് നിങ്ങളോട് ചോദിക്കാം, ഞാൻ വായിച്ചിട്ടില്ല. ഇത് ഞാനായിട്ട് എടുത്തൊരു വാക്കല്ല ആക്ച്വലി. ഇത് ഞാനിങ്ങനെ, കാരണം നമ്മൾ ഇപ്പൊ അരുണിമയോട് സംസാരിക്കാൻ വരുമ്പോ അരുണിമേനെ പറ്റി അറിഞ്ഞിരിക്കണം, അരുണിമേനെ പറ്റി ആൾക്കാർ എന്താണ് പറയുന്നതെന്ന് അറിഞ്ഞിരിക്കണം. സോ ആ കാര്യത്തിൽ ഞാനിപ്പോ വെൽ സ്റ്റഡി ഉണ്ട് അതിനകത്ത്. അപ്പം ഈ യൂസ് ചെയ്യുന്ന ഇങ്ങനെയുള്ള വേർഡ്സുകൾ, അപ്പം അവര് അതിനകത്ത് മെയിനായിട്ട് വേറൊരു കാര്യം ചോദിക്കുന്നത്, ഇങ്ങനൊരു അനുഭവം ഉണ്ടായിട്ട് ഇതിപ്പോ നമ്മുടെ നാട്ടിലാണെങ്കിലും അല്പം ഏത് സ്ത്രീ ആണെങ്കിലും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായാൽ ആ സ്പോട്ടിൽ അവിടെ നിന്ന് അവരെ ഇറങ്ങി പോകാൻ ശ്രമിക്കും. ബട്ട് യു കണ്ടിന്യൂ ദ ട്രാവൽ. പ്ലെയിൻ ആയിട്ടുള്ളതാണ്. അത് ഞാൻ എന്റെ യൂട്യൂബ് ചാനലിൽ തന്നെ ഓൾറെഡി പറയുന്നുണ്ട്. പ്ലെയിൻ ആയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു. സോ ഓൾറെഡി ഞാൻ കുറെ നേരം നിന്നിട്ടാണ് എനിക്ക് ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ പിന്നെ വിചാരിച്ചു എനിക്ക് ഇതിലും വേഴ്സ് സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് മാത്രല്ല, ക്യാമറ ഓൺ ആയതുകൊണ്ട് ഒരു സേഫ്റ്റി എന്നുള്ളൊരു സാധനം ഉള്ളതുകൊണ്ട് ഞാൻ കണ്ടിന്യൂ ചെയ്തത്. സീക്രട്ട് ഏജന്റ് പണ്ട് ഒരു വീഡിയോ അരുണിമയ്ക്ക് എതിരെ ഇട്ടിരുന്നു. പക്ഷെ ഈ കാര്യത്തില് ഞാൻ സീക്രട്ട് ഏജന്റ് അരുണിമനെ സപ്പോർട്ട് ചെയ്ത ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഈ സീക്രട്ട് ഏജന്റ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മുന്നേ, എനിക്കൊന്ന് 1 year ആയോന്ന് എനിക്കറിയില്ല. അപ്പൊ അതില് പറയുന്നത് കംപ്ലീറ്റ്ലി പച്ച കള്ളാണ്. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ കിട്ടിയപ്പോ ഞാനത് പറയാണ്. കള്ളുപിടിച്ച് യെസ്, ഞാൻ കള്ളു കുടിച്ചിട്ട്, ഞാൻ കള്ളു കുടിക്കുന്ന ഒരാളാണ്. പക്ഷെ ട്രാവൽ ചെയ്യുമ്പോൾ ഞാൻ കള്ളു കുടിക്കാറില്ല. ട്രാവൽ സ്റ്റോപ്പ് ചെയ്തതിനു ശേഷമാണ്. അത് മാത്രമല്ല, ഞാൻ എന്താ പറയാ ഒക്കേഷനിൽ കുടിക്കുന്ന ഒരാളും കൂടിയാണ്. ഞാനും എൻ്റെ ഒരു പെൺസുഹൃത്തും കൂടിയാണ് ലിഫ്റ്റ് അടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവരിങ്ങനെ എന്താ പറയാ, ഞാൻ കള്ളു കുടിച്ച് വഴിയിൽ കണ്ടപ്പോൾ ആൾ ഇങ്ങോട്ട് വന്നു എന്നാണ് പറഞ്ഞത്. നമ്മൾ ഓൾറെഡി വയനാട് നിന്ന് തിരിച്ച് എറണാകുളത്തേക്ക് പോവാണ്. അതിനിടയിൽ ഹിച്ചൈക്കുന്നതിന്റെ ഇടയിൽ ജസ്റ്റ് നിർത്തിയ ഒരു വ്യക്തി മാത്രമാണ്. അന്നും എന്റെ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് ആൾക്ക് എന്നെ അറിയായിരുന്നു. അന്നും ആൾക്ക് എന്തോ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടായി, എനിക്കിങ്ങനെ കാണിച്ചു തരുക ചെയ്തു. അന്നും ആരൊക്കെ കുറ്റം പറഞ്ഞിങ്ങനെ നടക്കുമായിരുന്നു. പക്ഷെ ഞാൻ കണ്ടിട്ടില്ല ആളെ നേരിട്ട് ഇതുവരെ. സോ എന്താ പറയാ, ആ സമയത്ത് സീക്രട്ട് ഏജന്റിനെ അറിയില്ല, എനിക്കറിയില്ല. ആൾക്ക് ചെറിയ ഫോളോവേഴ്സ് എന്തോ ഉണ്ടായിരുന്നുള്ളൂ. സോ അന്ന് ആൾക്ക് അറിയില്ല. പക്ഷെ അന്നും ആൾക്ക് എന്നെ അറിയായിരുന്നു. അപ്പൊ ഇങ്ങനെ പറഞ്ഞു വീഡിയോസ് കണ്ടിട്ടുണ്ട് അങ്ങനെയെല്ലാം. അത് കഴിഞ്ഞിട്ട് ഒരു കാറിന് കയറി അടുത്ത കാറിലേക്ക് എന്തോ കയറിയിട്ട് ജസ്റ്റ് അടുത്ത സ്ഥലത്ത് ഡ്രോപ്പ് ചെയ്തു. ആ വീഡിയോയിൽ ആള് പറയുന്നത് ബസ് കയറാൻ വേണ്ടിയിട്ട് വേറെ എവിടെയോ കൊണ്ടാക്കി. ഞങ്ങൾ ബസ് കയറിയിട്ടില്ല, ഹിച്ചൈക്ക് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ എറണാകുളത്തേക്ക് പോയത്. അന്ന് ഞാൻ മെക്സിക്കോയിൽ എവിടെയായിരുന്നു ഈ വീഡിയോ കാണുന്ന സമയത്ത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ ഫ്രണ്ടിനെ അയച്ചിട്ട് ഫ്രണ്ടിനോട് കേസ് ഫയൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇല്ലാത്തോണ്ട് അത് ലീഗലി മൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടായോണ്ടാ. അപ്പൊ നാളെ പോകുന്ന കേസിന് അത് ഇത് ഉൾപ്പെടുവോ? അങ്ങനെ കൊടുക്കുവാണെങ്കിൽ ഒരുപാട് കൊടുക്കാനുണ്ടായി. അപ്പൊ റീസെന്റ് ഉള്ളതാണ് എന്താ പറയാ, ഞാൻ പറഞ്ഞേ ലൈക് ഒരു മൊത്തത്തിലുള്ള സ്ത്രീകളെ പറയുന്ന ഒരു ഫീൽ എനിക്ക് ഉണ്ടായി. അപ്പൊ അതുകൊണ്ടാണ് എനിക്കത് ഭയങ്കരമായിട്ട് അതായത് സ്വകാര്യ ഭാഗം കാണിച്ച് വശീകരിച്ച് എന്നുള്ള സാധനം വായിച്ചു ഞാൻ. എനിക്ക് കുറെ ഫ്രണ്ട്സ് അയച്ചു തന്നു. അതേ പറഞ്ഞേ, അവർ അയക്കുമ്പോഴാണ് ഞാൻ കാണുന്നത്. ഇത് കണ്ടപ്പോഴാണ് എനിക്ക് കേസ് ഫയൽ ചെയ്യണമെന്ന് മോർ ഫീൽ ചെയ്തത്. ഓക്കെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പൊ പുള്ളി ഈ ഒരു കാര്യത്തില് ഞാൻ വീഡിയോ എടുത്ത് നോക്കിയിരുന്നു. അപ്പം എന്തുകൊണ്ടായിരിക്കാം ആ പെൺകുട്ടി അപ്പൊ അവിടെ ഇറങ്ങാത്തത് എന്നുള്ള രീതിയിൽ സംസാരിച്ച് വിട്ടിട്ടുണ്ട്. പക്ഷെ ഈ ഒരു മാസമായിട്ട് ഇതിനെതിരെ, ഇത് അരുണിമ ക്രിയേറ്റ് ചെയ്തതാണ്, ഈ തുർക്കി യാത്രയ്ക്കുള്ള ഉണ്ടായ എല്ലാ ഇൻസിഡൻസും ക്രിയേറ്റ് ചെയ്തതാണെന്നുള്ള രീതിയിലാണ്. എനിക്ക് ഞാനിങ്ങനെ ട്രാവൽ ചെയ്യുന്നത് കൊണ്ടും എനിക്ക് കുറച്ച് ഫോളോവേഴ്സ് ഒക്കെ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇതിങ്ങനെ ചർച്ചാ വിഷയമായത്. ഇതിപ്പോ KSRTC നടക്കുന്ന ഒരു നോർമൽ ആയിട്ട് കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി ഇത് വീഡിയോ ഇട്ടിരുന്നെങ്കിൽ അവളിത് ക്രിയേറ്റ് ചെയ്താന്ന് പറഞ്ഞിട്ട് ഇടുന്നില്ലല്ലോ. ഇനി ആ പെൺകുട്ടി ഹിച്ചൈക്ക് ചെയ്താലും അങ്ങനെയും പറയാറുണ്ട്. ഇവിടെ ഇപ്പൊ മാലയിട്ട് സ്വീകരിച്ച ആൾക്കാരൊക്കെ വരെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ പറയാൻ പറ്റില്ല നമുക്ക്. ഇവിടെ നമ്മുടെ പൊതുസ്ഥലത്താണെങ്കിലും KSRTC അല്ലെങ്കിലും എന്താ പറയാ, ഇപ്പൊ ഞാൻ എന്റെ ഒരു ഒബ്സർവേഷൻ എനിക്ക് തോന്നിയതാണ്, ആണുങ്ങൾക്ക് മൊത്തം ഈ കല്യാണം ഒന്നും കഴിക്കുമ്പോ പെൺകുട്ടികൾക്ക് ആർക്കും കല്യാണം കഴിക്കണ്ട, ആൺകുട്ടികൾക്ക് എല്ലാവർക്കും കല്യാണം കഴിക്കണം. പക്ഷെ ആരും വില്ലിങ് അല്ല ഗേൾസ് കല്യാണം കഴിക്കാൻ. ഇപ്പൊ പെണ്ണ് കിട്ടാത്തതിന്റെ ഫ്രസ്ട്രേഷൻ മൊത്തം ഇങ്ങനെ പെൺകുട്ടികൾ യാത്ര ചെയ്യുന്നതിലും ഇല്ല, ഞാൻ ജനറലി പറഞ്ഞാണ്, അല്ലാതെ എല്ലാ ആൾക്കാരും അല്ല, ഈ ലോകത്ത് എല്ലാവരും ഉണ്ട്. അത് മാത്രമല്ല ഈ തുർക്കി ഇഷ്യൂ ഉണ്ടായ സമയത്തും ഞാൻ ആ ബാഡ് ഇൻസിഡന്റ് കഴിഞ്ഞ് സെയിം വീഡിയോയിൽ നല്ലതാണ് ഇട്ടിട്ടുള്ളത്. അതായത് ആ രാജ്യം മോശമാണെന്ന് വിചാരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സെയിം ക്ലിപ്പില്
ഞാൻ നെക്സ്റ്റ് ഡേ ഹിച്ചാക്ക് ചെയ്ത വീട്ടിലേക്ക് പോയി ഫുഡ് കഴിച്ച് ആ വീഡിയോ കണ്ടിട്ട് അത് ഒരു കമന്റ് പോലും ഞാൻ നിങ്ങളും ചോദിച്ചില്ല, ആരും ചോദിച്ചില്ല. ഞാൻ അതിലേക്ക് വരാണ്. അതായത് സെക്ഷലി ഫ്രസ്ട്രേറ്റഡ് എന്നുള്ള വേർഡ് ഇപ്പൊ പറഞ്ഞില്ലേ, അതിനകത്ത് കുറെ ആൾക്കാർ ചോദിക്കുന്നത് ഇപ്പം നല്ല അനുഭവത്തിന്റെ വീഡിയോ ഇട്ടിരുന്നു, അപ്പം തുർക്കിയിലെ ജനങ്ങളെല്ലാം അങ്ങനെയല്ല എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ് അത്. ഞാൻ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ഞാൻ എന്റെ യൂട്യൂബ് ചാനൽ കൊടുത്തു. കാരണം യൂട്യൂബ് ചാനൽ എന്റെ ഒരു ഫാമിലി പോലെയാണ്. കാരണം ഡെയിലി കാണുന്ന ആളുകളുണ്ട്. ഇപ്പൊ ഇൻസ്റ്റാഗ്രാം എന്ന് പറഞ്ഞാൽ റാൻഡ് ആളുകളായിരിക്കും ഉണ്ടാവുക, എപ്പോഴും സ്ഥിരമായി കാണുന്ന ആൾക്കാരല്ല. അപ്പൊ യൂട്യൂബില് അവർക്ക് അറിയാം ഞാൻ ഓരോ സ്ഥലത്ത് നിന്ന് ആൾക്കാരെ മീറ്റ് ചെയ്യുന്ന സമയത്ത് അവര് എൻ്റെ അടുത്ത് പറയും, ഈവൻ നീ ചായ കുടിക്കില്ലല്ലോ, നമുക്ക് ജ്യൂസ് കുടിക്കാൻ പോ എന്ന് വെച്ചാൽ ഞാൻ എന്റെ വീഡിയോയിൽ പറയാറുണ്ട് ഞാൻ ചായ കുടിക്കാത്തതുകൊണ്ടാണ്. അതായത് ഞാൻ ചില ഫാമിലിന്റെ വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്യുമ്പോൾ അവർ എനിക്ക് സീ ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. കാരണം അതെന്റെ ഫേവറേറ്റ് ആണ്. സ്ഥിരമായി കാണുന്ന ആളുകൾക്ക് എന്നെ പറ്റി അത്രയും അറിയുന്നുണ്ടാവും. അപ്പോൾ അതെനിക്കൊരു ഫാമിലി പോലെയാണ്. ഓക്കെ, അപ്പൊ ഫാമിലി എന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് ഒരു പ്രശ്നമുണ്ടായ ഫാമിലിയിലേക്ക് ഒന്ന് പോകാം. ഇപ്പോ ജോർജ്, ആ ഒരു ഫാമിലി ഇഷ്യൂ ഇപ്പോഴും സ്റ്റിൽ ആൾക്കാർ സംസാരിക്കുന്നുണ്ട്. എന്തിന് ഈ ഒരു ഇഷ്യൂവിന്റെ ഇടയിൽ പോലും ആൾക്കാർ കമ്പയർ ചെയ്യുന്നുണ്ട്. ഈ കുട്ടി ഇത് അങ്ങനെയായിരുന്നു, അന്നത്തെ അമേരിക്കയിലെ വീട്ടിലെ ഇഷ്യൂസിൽ ചെയ്തത് കണ്ടില്ലേ, അപ്പം അത് ഒരു ജനറേറ്റഡ് കോണ്ടന്റ് ആണെന്ന് പിന്നെ ആൾക്കാർക്ക് മനസ്സിലായതാണ്. സോ ഇതും അങ്ങനെ തന്നെയാണ്, കമ്പാരിസൺ നടക്കുന്നുണ്ട്. അപ്പം അങ്ങനെ കമ്പാരിസൺ നടക്കുന്ന കൊണ്ടുകൂടിയിട്ടാണ് ഞാനത് ചോദിക്കുന്നത്. എനിക്കും അതിനകത്ത് വീഡിയോ കണ്ടപ്പോൾ ഒരു ക്ലാരിഫിക്കേഷൻ ഇഷ്യൂ തോന്നി. അതായത് ഈ ആൾക്കാര് ഇവിടുന്ന് ഇറക്കി വിട്ടതാണ് ഇറങ്ങിപ്പോയതാണ്, ഈ ഇറക്കി വിട്ടതാണോ ഇറങ്ങിപ്പോയതാണോ എന്നുള്ളതിൽ ഒരു ക്ലാരിഫിക്കേഷൻ ഞാൻ ഇറങ്ങിപ്പോയത് തന്നെയാണ്. ബട്ട് ഇൻഡയറക്ട്ലി ഇറ്റ് വാസ് എന്താ പറയാ ഇറക്കി വിടല് അങ്ങനെ തന്നെയായിരുന്നു. രാത്രി 12 മണിക്കാണ് അവര് വന്നിട്ട് ഞാൻ കിടക്കാൻ നേരത്ത് ഓൾറെഡി എന്റെ ബോയ് ഫ്രണ്ട് ആയിട്ട് ഞാൻ വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് അവിടുത്തെ ഒരു പുള്ളിക്കാരി വന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ നാളെ രാവിലെ പോകണം, അവിടെ നിൽക്കാൻ പറ്റില്ല, എനിക്ക് എൻ്റെ ഗ്രാൻഡ് ഫാദറിന് ആരോ ഒരാളെ വിളിച്ചിട്ട് വന്നു, എനിക്ക് അറിയ പോലും ഇല്ല നിങ്ങളെ, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഇതായി. പിന്നെ ഒരു സെക്കൻഡ് പോലും എനിക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല. എൻ്റെ ബോയ് ഫ്രണ്ട് തന്നെയാണ് പറഞ്ഞ് രാത്രി ഒന്നും നോക്കണ്ട, ഇപ്പൊ തന്നെ ഇറങ്ങി പൊക്കോന്ന്. പിന്നെ ഇറങ്ങി പോകുന്നതിൻ്റെ ഇടയിൽ എനിക്ക് അവരോട് ബായ് പറയണമായിരുന്നു. അതായത് എന്നെ വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്ത വ്യക്തിയോട്. ആ പറയുന്ന സമയത്ത് ഞാൻ ഈ പുള്ളിക്കാരിയായിട്ട് കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായി സംസാരിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത് ഈ ലോകത്ത് ഇത് നടക്കാത്ത സംഭവം, ഇതൊക്കെ വളരെ കോമൺ ആയിട്ട് നടക്കുന്ന ഒരു ബ്ലോഗർ ആയിട്ട് മാത്രമാണ് എല്ലാവരും അതെടുത്ത് അതിനെ വെച്ച് വീഡിയോ ചെയ്യുന്നതും പൈസ ഉണ്ടാക്കുന്നതും. അത്ര എനിക്ക് പറയാനുള്ളൂ. പക്ഷെ ഇമോഷണലി ഭയങ്കര കണക്റ്റഡ് ആയിരുന്നു എന്ന് എനിക്ക് തോന്നിയ വീഡിയോ ഉണ്ട്. കരയുന്ന കണ്ടപ്പോ നമുക്ക് എല്ലാവർക്കും വിഷമം വന്നാൽ ഞാൻ കരയും. നിങ്ങളൊക്കെ എന്താ ചെയ്യാറ്? അല്ല, തെറാപ്പി പോലെയാണ്. അതുമായിട്ട് കണക്റ്റഡ് എന്നല്ല പറഞ്ഞത്, ആ വ്യക്തിയുമായിട്ട് ആ സമയത്ത് ഇമോഷണലി നല്ല കണക്ട് ആയിരുന്നു എന്ന് തോന്നി. കാരണം ഞാൻ അതിന് മുന്നുള്ള എനിക്ക് തോന്നുന്നു യൂട്യൂബ് ചാനലിലെ വീഡിയോസ് കണ്ടറിയാം ഞാൻ ആളെ പറ്റിയിട്ട്. ആൾക്കാർ പറയുന്നുണ്ട് ആ ഫാമിലിനെ ഞാൻ മോശമാക്കി ചിത്രീകരിക്കണം, അന്ന് എനിക്ക് ആദ്യമേ ചിത്രീകരിക്കാൻ ചെയ്താൽ പോരായിരുന്നു. രാത്രി തണുത്ത് വിറച്ച് 12 മണിക്ക് ഞാൻ ഇങ്ങനെ ഫ്രീസ് ആയി പുറത്ത് നിന്ന് ഞാൻ മറ്റേ സ്ട്രഗിൾ ചെയ്തിട്ട് തന്നെ എനിക്കത് ചെയ്യണമായിരുന്നു. എതിരെ കുറെ വീഡിയോ ഇട്ട് കാണുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ കുറെ ഞാൻ അതിന്റെ എക്സ്പ്ലനേഷൻ വീഡിയോ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തെ പിന്നെ കോണ്ടാക്ട് ചെയ്യാൻ നോക്കിയിട്ടില്ല, എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിക്കാൻ തോന്നിയിട്ടില്ല? ഇല്ല, ആളൊരു വട്ടം വിളിച്ചിരുന്നു, ജസ്റ്റ് വിളിച്ചിട്ട് എന്നോട് കുറെ സോറി ഒക്കെ പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ആൾക്ക് ഫേമസ് ആവാൻ ഭയങ്കര ആഗ്രഹമുള്ള ആളാണ്. അപ്പൊ ഒരാൾ വന്ന് ഇന്റർവ്യൂ ഒക്കെ എന്തോ ചെയ്തപ്പോ ആള് പിന്നെ നേരെ ഓപ്പോസിറ്റ് എന്നെ പറ്റി പറയാൻ തുടങ്ങി. അതുകൊണ്ടാണ് ആളുകളിലേക്ക് എന്താ പറയാ ആ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് സംഭവങ്ങൾ വന്നത്. അതെനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ എന്നിട്ട് ആൾക്ക് മെസ്സേജ് അയച്ചു, നിങ്ങളെ ഞാൻ എൻ്റെ ഗ്രാൻഡ് ഫാദറിനെ പോലെയാണ് കണ്ടത്, എന്നിട്ട് നിങ്ങൾ എന്നെ പറ്റി ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് നല്ല വിഷമം ഉണ്ടായി, എന്തായാലും നിങ്ങൾ ചെയ്ത് ഭയങ്കര മോശമായി പോയി എന്ന് പറഞ്ഞു. അപ്പോൾ ആള് ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു സാധനം ഇട്ടു. അത് മാത്രമാണ്, അതാണ് ലാസ്റ്റ് മെസ്സേജ് തോന്നുന്നു. പുള്ളിക്ക് ഫേവും കിട്ടി. മീൻസ് കുപ്രസിദ്ധി, ഇറ്റ് വാസ് കുപ്രസിദ്ധി അല്ലേ? നമ്മൾ ഉണ്ടാക്കാത്ത കാര്യത്തിന് നെഗറ്റീവ് പബ്ലിസിറ്റി വന്നിട്ട് ഫേമസ് ആവാന്ന് പറയുന്നത്. എനിക്ക് ഫേമസ് എന്ന് പറഞ്ഞ സംഭവത്തിന് ഞാൻ ബോധരേ ചെയ്യുന്നില്ല. എനിക്ക് ട്രാവലിംഗ് ആണ് ചെയ്യാണ് വേണ്ടത്. എൻ്റെ അംബിഷൻ തന്നെ അതാണ്. എൻ്റെ ലൈഫിൽ എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി ട്രാവലിംഗ് ആണ്. അത് മാത്രമേ എനിക്കുള്ളൂ. അത് കഴിഞ്ഞിട്ട് എൻ്റെ പാരൻസ് പോലുള്ളൂ, ആരുള്ളൂ ഈ ലോകത്ത് ആരുള്ളൂ. അപ്പൊ അതിനുവേണ്ടി ആരെന്ത് പറഞ്ഞാലും നാളെ യൂട്യൂബ് ചാനൽ നിർത്തിയാലും ഞാൻ വളണ്ടിയറിങ് ചെയ്തും വർക്ക് അവേയിലും സോസ്റ്റലിലും അങ്ങനെയൊക്കെ വർക്ക് ചെയ്ത് നമുക്ക് വളണ്ടിയറിങ് ചെയ്ത് ട്രാവൽ ചെയ്യാൻ പറ്റും. സോ ഞാൻ ട്രാവൽ ചെയ്യും. ഞാൻ ആ പോയിന്റില് ആക്ച്വലി ഞാൻ യൂട്യൂബ് ചാനൽ എടുത്ത് ഡിലീറ്റ് ബട്ടൺ അമർത്താൻ നിന്നതാണ്. അപ്പോൾ എൻ്റെ ബോയ് ഫ്രണ്ടാണ് പറഞ്ഞത്, നീ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും വിചാരിക്കും നീ അപ്പം ചെയ്ത് ശരിയാ, ലൈക്ക് എൻ്റെ ഭാഗത്താണ് മിസ്റ്റേക്ക് എന്നുള്ളൊരു സാധനം, ലൈക്ക് നീ ഒളിച്ചോടുന്ന പോലെ ഫീൽ ചെയ്യും ആളുകൾക്ക്. കാരണം എനിക്കിങ്ങനെ കണ്ടിന്യൂസ്ലി മെസ്സേജും ഇതുകൊണ്ട് നിറഞ്ഞ് നോട്ടിഫിക്കേഷൻ മൊത്തം ഓഫ് ചെയ്തിട്ട് പോലും
പണ്ട് എന്നെ സ്കൂളിൽ പഠിച്ച ഫ്രണ്ട്സ് വരെ എനിക്ക് മെസ്സേജ് അയക്കുക, നമ്പർ കണ്ടുപിടിച്ച്. എന്റെ നമ്പർ എനിക്ക് തോന്നുന്നു ആ ടൈമിൽ കുറെ എല്ലാവർക്കും കിട്ടിയിരുന്നു. അപ്പൊ എനിക്ക് വാട്സപ്പ് പോലും തുറക്കാൻ പറ്റില്ല. എൻ്റെ ആകെ ഒരു നമ്പറേ ഉള്ളൂ. ആ ഒരു നമ്പറിൽ ഇങ്ങനെ മെസ്സേജ് വരുമ്പോൾ എനിക്ക് അത്രയും, ഞാൻ ട്രാവൽ ചെയ്യുമല്ലേ, ഞാൻ ട്രാവൽ ചെയ്യുന്നതിന്റെ ഇടയിലാണ് ഇത് നടക്കുന്നത്. ഞാൻ കണ്ടിന്യൂസ്ലി ട്രാവൽ ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാം കൂടെ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് ഭ്രാന്തായി പോയി. അങ്ങനെ ഒരു ആ ടൈമിലാണ് സോഷ്യൽ മീഡിയ ഞാൻ വെറുത്തൊരു സൈബർ ബുള്ളിങ് ഭയങ്കരമായി എക്സ്ട്രീംലി ഞാൻ എന്താ പറയാ. പിന്നെ അൺഫോളോസ് ഒക്കെ 10-30,000 ഒക്കെ ഒറ്റയടിക്ക് പോകുന്നുണ്ടായിരുന്നു. പക്ഷെ യൂട്യൂബ് ചാനൽ മാത്രം എന്നും കാണുന്നവര് അതേപോലെ ഉണ്ടായിരുന്നു. അതിൽ ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതിനെക്കാട്ടിലും ഒരു ഗ്രേറ്റ് അപ്ലോസ് ശരിക്കും ഡിസേർവ് ചെയ്യുന്നുണ്ട്. കാരണം ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിട്ട് പോലും പല തരത്തിലുള്ള നെഗറ്റിവിറ്റി പല ആൾക്കാർ ശ്രമിച്ചിട്ട് പോലും യാത്രകൾ നടത്താതെ പോകുന്നില്ലേ. ഒരു കൺട്രിയിൽ എനിക്കൊരു മേ ബി 1 ടൈം ആയിരിക്കും ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടാവുക. അതിലൊരു 100 ഗുഡ് എക്സ്പീരിയൻസ് ഉണ്ടാവും. അതാർക്കും ഹൈലൈറ്റ് ചെയ്യണ്ട, അതിനാരും പറയണ്ട. അങ്ങനെയാണ്. നെഗറ്റീവിനെ മാത്രം എല്ലാവർക്കും വേണം. ഇതിങ്ങനെ ഞാൻ മരിക്കണവരുണ്ടാവും. മരിച്ചു കഴിയുമ്പോ മറ്റേ നേരെ തിരിയും. ഓ അവൾ അടിപൊളിയായിരുന്നു, അവൾ ഇത്ര ലോകം കണ്ട ആളായിരുന്നു. അങ്ങനെ ഉറപ്പാ, നോയിക്കോ. ഞാൻ ഇത് എക്സ്പെക്ട് ചെയ്യുന്ന എന്റെ മരണ. സീരിയസ്ലി. അതല്ലാണ്ട് ഇതിനൊരു എൻഡ് ഇല്ല. ഇല്ല, അടുത്ത ഇഷ്യൂ വരുമ്പോ ഇത് മറക്കും. അല്ല, അപ്പോഴും പിന്നെ എനിക്ക് എന്തെങ്കിലും എന്റെ ട്രാവലില് ഞാൻ ഗുഡ് എക്സ്പീരിയൻസ് മാത്രം കിട്ടണം എന്ന് പറഞ്ഞിട്ടോ അങ്ങനെയല്ല. എനിക്ക് വേൾഡ് മൊത്തം കാണണം. അതിന്റെ ഇടയിൽ ഗുഡ് എക്സ്പീരിയൻസ് ഉണ്ടാവും, ബാഡ് എക്സ്പീരിയൻസ്. ഇറ്റ്സ് എ പാർട്ട് ഓഫ് മൈ ലൈഫ്. ഇത്ര പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അല്ലെങ്കിൽ ഇത്ര നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ട്രാവൽ നിർത്താതിരിക്കുന്നത്, അല്ലെങ്കിൽ ഇത് അഫക്റ്റ് ചെയ്ത് കുറച്ച് നേരം പോലും ഒന്ന് മാറിയിരിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ ഈ ട്രാവലിങ്ങിൽ നിന്ന് ഒരു ബ്രേക്ക് എടുക്കുന്നതായിട്ടോ കണ്ടിട്ടില്ല. ഒരു അത്ര ഊർജ്ജമൊക്കെ എവിടുന്നാ കിട്ടുന്നത്? ഞാനൊക്കെയാണ് അടിഞ്ഞു പോകട്ടോ ഇത്ര സൈബർ ബുള്ളിങ് ഒക്കെ വന്ന ആദ്യം. ആക്ച്വലി എനിക്ക് ട്രാവൽ ചെയ്യാതിരിക്കുമ്പോഴാണ് ഭയങ്കര ഇഷ്യൂ. ഞാൻ ട്രാവൽ ചെയ്യാണ്ടിരിക്കുമ്പോൾ മൈൻഡിൽ ഒരുപാട് തോട്ട്സ് വരും. അങ്ങനെ ബ്രേക്ക് എടുക്കാനാണ് എനിക്ക് പറ്റാത്തത്. റീസെന്റ് ഞാൻ അർമേനിയയിൽ നിന്ന് ഞാൻ ജോർജിയയിലേക്ക് ഞാൻ ഹിച്ച് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര കോൾഡാ, തീരെ വയ്യ, ത്രോട്ട് പെയിനാ. ഞാൻ പക്ഷെ അവിടെ ഇരിക്കുകയാണ്, ഒരു 1 day 2 day ഞാൻ റെസ്റ്റ് എടുത്താൽ എൻ്റെ മൈൻഡിൽ കുറേ കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈവൻ കണ്ടിന്യൂസ്ലി ട്രാവൽ ചെയ്തു. അത് എനിക്ക് ഭയങ്കര അഡിക്ഷൻ പോലെയാണ്. ഓരോരുത്തർക്ക് ഇപ്പൊ ഡ്രഗ് അടിക്കുന്നവർക്ക് അത് ഒരു ദിവസം ഇല്ലാണ്ട് പറ്റില്ലല്ലോ, അതുപോലെയാണ് എനിക്ക് ട്രാവൽ. ഭയങ്കര അഡിക്ഷൻ. അതില്ലാണ്ട് ഇരിക്കാൻ പറ്റുന്നില്ല. എനിക്ക് ഇതുവരെ എക്സോസ്റ്റഡ് എന്നുള്ളൊരു ഫീൽ ഉണ്ടായിട്ടേ ഇല്ല. എപ്പോഴും ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോഴാണ് എന്താ പറയാ, ഞാൻ ഇങ്ങനെ പുതിയൊരാളായിട്ട് മാറുന്നു. എപ്പോഴും ഇങ്ങനെ ഒരു പ്രസന്റിൽ ജീവിക്കുന്ന ഒരു ഫീലും എന്താ പറയാ, ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് തോന്നും. കാരണം എപ്പോഴും പുതിയ ആളുകളും പുതിയ ഭക്ഷണങ്ങളും പുതിയ ജീവിത രീതിയും, ഇങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അതാണ് എൻ്റെ ഒരു ഇത്. എത്ര പേര് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലൈഫാണെന്നറിയോ. ഈ ഡ്രഗിന്റെ കാര്യം പറഞ്ഞപ്പോൾ വേറെ കാര്യം ചോദിക്കട്ടെ. ഞാൻ എവിടെ ഒരു വീഡിയോയിലും ഞാനിങ്ങനെ കണ്ടിട്ടില്ല, സിഗരറ്റ് തരുമ്പോൾ ഒക്കെ എപ്പോഴും അരുണിമ വേണ്ട വേണ്ട എന്നാ പറയുന്നത്. സിഗരറ്റ് പോലും യൂസ് ചെയ്യുന്നത് അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷേ ഞാൻ വേറൊരു വീഡിയോയ്ക്കകത്ത് കണ്ടു അരുണിമ ഡ്രഗ് യൂസ് ചെയ്യാറുണ്ട്, അരുണിമ ഡ്രഗ് യൂസ് ചെയ്ത് കിളി പറന്ന് നടക്കുന്നത് കണ്ടിട്ടുണ്ടെന്നൊക്കെ. അതിപ്പോ എന്നെ പേഴ്സണലി അറിയുന്നവർ ഒരു വട്ടം കണ്ടവരാണെങ്കിൽ അവർക്ക് അറിയാം. സോ അതിന് കൂടുതൽ ക്ലാരിഫിക്കേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ ആ കള്ളു മാത്രമേ കുടിക്കും. സിഗരറ്റോ കഞ്ചാവോ അല്ലെങ്കിൽ ഈവൻ വേറെ ഒരു സാധനവും ഞാൻ യൂസ് ചെയ്യാറില്ല. അതൊക്കെയായിരുന്നു എനിക്ക് ലൈക്ക് ഈവൻ അതിൽ ഫണ്ണും ഉണ്ടായിരുന്നു. ഞാൻ വല്ല മെന്റലി ഇങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുള്ള ആ ഒരു ടൈമിൽ ഞാൻ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ചിരിയും വരുന്നുണ്ടായി. ഞാൻ എന്തോ ഖത്തറിൽ പോയപ്പോ ഇങ്ങനെ എന്താണ് യൂസ് ചെയ്തു അങ്ങനെയൊക്കെ. എനിക്ക് ഈവൻ അറിയില്ല അവിടെ അങ്ങനത്തെ ഒരു കൺട്രിയിൽ അങ്ങനെ യൂസ് ചെയ്യാൻ അത് അവൈലബിൾ ആണോ എന്ന് പോലും. ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമ്മളെ പറ്റി കേൾക്കുമ്പോൾ നമ്മൾ തന്നെ കൊള്ളാല്ലേ. അതാണ്, ഞാൻ അറിഞ്ഞില്ലല്ലോ ഇതിപ്പോ. ഓക്കെ. അതേപോലെ തന്നെ ഇതുവരെ യാത്ര ചെയ്തതിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നിയ ഒരു കൺട്രി ഏതായിരിക്കും? അങ്ങനെ വെച്ചാൽ എനിക്ക് ഓരോ കോണ്ടിനെന്റ്സിലും കുറെ ഫേവറേറ്റ് കൺട്രീസ് ആണുള്ളത്. എനിക്ക് സെൻട്രൽ അമേരിക്കയിൽ കോസ്റ്റാറിക്ക ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നെതർലൻഡ്സ് ഭയങ്കര ഇഷ്ടമാണ്. ആംസ്റ്റർഡാമില്ലേ, അത് ഭയങ്കര ഇഷ്ടം. സിറ്റി ഇഷ്ടമല്ലാത്ത ആളാ, പക്ഷെ ആംസ്റ്റർഡാം സിറ്റി ഒരു വൈബ് സിറ്റി ആയതുകൊണ്ട് എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ഓസ്ട്രിയ ഇഷ്ടമാണ്. പിന്നെ എത്യോപ്യയും അങ്കോളയും ഭയങ്കര അഡ്വഞ്ചറസ് ആയിരുന്നു. എനിക്ക് കംപ്ലീറ്റ്ലി അഡ്വഞ്ചറസ് ട്രാവൽ ആയിരുന്നു. അപ്പൊ അത് ഭയങ്കര ഫേവറേറ്റ് ആണ്. പിന്നെ ചൈനയിൽ ഞാനിത് ഏത് രാജ്യത്തും കാണാത്ത ഒരുപാട് അത്ഭുതങ്ങളും ഡെവലപ്മെന്റ്സ് ഒക്കെ ഞാൻ ലൈക്ക് ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസിൽ കാണാത്ത പോലും ഞാൻ ചൈനയിൽ കണ്ടപ്പോൾ ചൈന ഫേവറേറ്റ് ആണ്. അങ്ങനെ അപ്പോൾ ഈ ഞാൻ എപ്പോഴും യാത്രകൾ ശ്രദ്ധിക്കുന്ന വേറൊരു കാര്യം, നമ്മൾ സാധാരണ ഒരു ട്രാവൽ ചെയ്യുന്ന ആള് എപ്പോഴും ഒരു സ്ഥലത്ത് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ എല്ലാവരും ഒന്ന് പോയി അടിച്ചു പൊളിക്കുന്ന സിറ്റീസ്, മെയിൻ സ്പോട്ടുകളാണ് എല്ലാവരും പോയിന്റ് ചെയ്ത് പോയി കാണുക. പക്ഷെ അരുണിമ പോകുന്ന അവിടെ എവിടെയല്ല. അരുണിമ നമ്മൾ ആരും കാണാത്ത ഇതൊക്കെ ഇങ്ങനൊരു സ്ഥലമുണ്ടോ, ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടോ എന്ന് തോന്നുന്ന രീതിയിലുള്ള സ്ഥലത്തേക്ക് പോകുന്നത്. എങ്ങനെ ഇതൊക്കെ കണ്ടുപിടിച്ച് പോണത്? അങ്ങനെയില്ല. ഞാൻ ആക്ച്വലി ഒരു കൺട്രിയിൽ എത്തിക്കഴിഞ്ഞാൽ ജസ്റ്റ് സാറ്റലൈറ്റ് മാപ്പ് എടുത്തിട്ട് ഇങ്ങനെ നോക്കും, അപ്പൊ കാണാൻ പറ്റും
ഫോറസ്റ്റ് ആയിട്ടുള്ള ഏരിയ, ബിൽഡിങ്സ് ഒന്നും ഇല്ലാത്ത ഏരിയ, റാൻഡം ആയിട്ടുള്ള ഒരു സ്ഥലം കാണും, അപ്പൊ അങ്ങോട്ട് പോകും. അപ്പൊ അത് ഡെസ്റ്റിനേഷൻ അല്ല, എന്റെ ട്രാവൽ എക്സ്പീരിയൻസ് ആണ് എനിക്ക് മാറ്റർ. സോ പോകുന്ന വഴിയിൽ കാണുന്ന ആളുകളും വില്ലേജസും ഒക്കെ ഉണ്ടാവും. അങ്ങനെ അല്ലാണ്ട് ഒരു സ്ഥലത്തും ഗൂഗിൾ ചെയ്തിട്ടോ അങ്ങനെയൊന്നും ഞാൻ പഠിച്ചിട്ടോ ഒന്നും അല്ല പോകുന്നത്. ഒരു രാജ്യത്ത് ഇറങ്ങുമ്പോൾ അന്നത്തെ ദിവസം പോലും ഞാൻ എവിടെ സ്റ്റേ ചെയ്യുന്ന പോലും ആലോചിക്കാറില്ല. കണ്ടിന്യൂസ്ലി ഇങ്ങനെ മൂവ് ചെയ്ത് പോകും. വിസ തീരുന്നത് മാത്രമാണ് ഞാൻ നോക്കുന്നത്. 1 month വിസയാണ്, അതിന് മുന്നേ എക്സിറ്റ് ചെയ്യണം, അത് മാത്രമേ ഞാൻ ചിന്തിക്കാറുള്ളൂ. പിന്നെ എന്താ പറയാ, കൂടുതലും വില്ലേജസിലൊക്കെ പോകുമ്പോൾ ആളുകൾക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. ഞാനിങ്ങനെ ഇന്ത്യയിൽ നിന്ന് വന്നതാണ് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ആ എക്സൈറ്റ്മെന്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അതായത് അവിടെ ഒന്നും ഒരു ടൂറിസ്റ്റുകളെ അവര് കാണുന്നുമില്ല. നമ്മളിപ്പോ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ പോവാണെങ്കിൽ അവിടെ ഒരുപാട് പേരുണ്ടാവല്ലോ. അപ്പൊ ലോക്കൽ ആൾക്കാരൊന്നും വന്ന് നമ്മളോട് സംസാരിക്കൂല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇങ്ങനെ ആരും ഇല്ലാത്ത സ്ഥലത്തൊക്കെ പോകുമ്പോൾ നമ്മൾ അങ്ങോട്ട് സംസാരിക്കാണ്ട് തന്നെ അവർ ഇങ്ങോട്ട് വന്ന് എക്സൈറ്റ്മെന്റ് ആവും. പിന്നെ കംപ്ലീറ്റ്ലി സ്ട്രേഞ്ചർ ആയിട്ടുള്ള ആൾക്കാര് അവരെ വീട്ടിലൊക്കെ കൊണ്ടുപോയി ഫുഡ് തന്ന് അങ്ങനെ എപ്പോഴും അത് എനിക്ക് തോന്നുന്നു. ഒരു കൺട്രിയിൽ പോയി കഴിഞ്ഞാൽ മോസ്റ്റ്ലി ഞാൻ സ്റ്റേ ചെയ്യുന്നത് ലോക്കൽ ആളുകളുടെ വീട്ടിൽ തന്നെയാണ്. അപ്പൊ അങ്ങനെ ഇനി അടുത്ത റീസെന്റ് ഒരു വീഡിയോ ഇട്ടോ, ലോക്കൽ എന്നുള്ള വേർഡ് ആർക്കും അറിയില്ല. ലോക്കൽ എന്ന് വെച്ചാൽ ലൈക്ക് അവിടെ ഉള്ള ആളുകൾ, പ്രാദേശികമായിട്ടുള്ള ആളുകൾ. ലോക്കൽ എന്ന് പറയുന്നത് അത് ഈവൻ ഒരു 2 ലോക്കൽ എന്ന് പറയുന്നത് അവിടുത്തെ മെയിൻ സംഭവമാണ്. അതെനിക്ക് ഭയങ്കര ഫണ്ണായിട്ട് തോന്നാറുണ്ട്. കുറെ സംഭവങ്ങൾ ഫണ്ണായിട്ട്. കുറെ പേര് ആ കരയിലെടുത്ത് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഇങ്ങനെ ലോക്കൽ എന്ന് പറയുന്നത്, അതിന് ചോറ് കൊടുത്ത വീടല്ലേ ലോക്കൽ എന്ന് പറയാറുണ്ട്. അപ്പൊ അങ്ങനെ ലോക്കൽ ഏരിയകളിലൊക്കെ പോവാ, അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. പിന്നെ അങ്ങനെ എന്താ പറയാ, ഒരു പരിചയമില്ലാത്ത ആൾക്കാരുടെ സ്നേഹവും അവരുടെ, എനിക്ക് ഈവൻ അമ്മ അച്ഛ എന്ന് വിളിക്കാൻ പറ്റുന്ന മെക്സിക്കോയിൽ ഒരു ഫാമിലി ഉണ്ട്, ബംഗ്ലാദേശിൽ ഒരു ഫാമിലി ഉണ്ട്, എത്യോപ്യയിൽ ഒരു ഫാമിലി ഉണ്ട്, ലൈക്ക് മോസ്റ്റ് ക്ലോസ് ആയിട്ടുള്ള. അപ്പൊ ഈ ഒരു ഹോണ്ടുറാസിലും. അപ്പൊ ഈ 4 രാജ്യങ്ങളിലും അത്രയും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. എപ്പോ വേണമെങ്കിലും ചെല്ലാം. ഈവൻ ഭാഷ പോലും സ്പാനിഷ് ഒക്കെ കുറച്ചേ എനിക്ക് അറിയുള്ളൂ. അത് വെച്ചിട്ട് വീഡിയോ കോളിൽ നമ്മൾ സംസാരിക്കുന്നു. അപ്പോ എന്താണ് നീ ഈ ലോകം കണ്ടിട്ട് എന്താണ് നേടി എന്നുള്ളത് ചോദിക്കുമ്പോ എനിക്ക് അതാണ്. ഞാൻ ഒരുപാട് എന്താ പറയാ, എനിക്ക് അത്രയും വേണ്ടപ്പെട്ട മനുഷ്യര്, എന്താ പറയാ, എന്റെ സ്വന്തം പോലെയുള്ള, സ്വന്തം അമ്മയച്ഛനെയും പോലെയുള്ള ആൾക്കാർ വേറെ ഒരു രാജ്യത്തു നിന്നും ലിഫ്റ്റ് അടിച്ചുകൊണ്ട് മാത്രം എനിക്ക് കിട്ടിയതാണ്. സോ അതിൽ ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യും. ദാറ്റ്സ് എ ഗ്രേറ്റ് തിങ്. ആ ആളുകളുണ്ടല്ലോ, ആ വ്യക്തികളാണ് എന്നെ ട്രാവൽ ചെയ്യാൻ വീണ്ടും വീണ്ടും മോട്ടിവേറ്റ് ചെയ്യുന്നത്. ലൈക്ക് ഇപ്പോ ചില ആൾക്കാർക്ക് ഉണ്ടാവും 100 രാജ്യം പോയാൽ നിർത്തണം, അല്ലെ ഇത്ര സ്പെസിഫിക് രാജ്യങ്ങൾ പോയാൽ മതി. എനിക്ക് എല്ലാ രാജ്യവും പോകണം എന്ന് തോന്നുന്നത് പോലും മേ ബി ഞാൻ ഇതുപോലത്തെ മനുഷ്യരെല്ലാരും മിസ് ചെയ്ത് പോയാലോ, എന്റെ ലൈഫിൽ ഇനി ഇതുപോലത്തെ ഒരുപാട് മനുഷ്യരെ എനിക്ക് കാണണം. എന്റെ ട്രാവലിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് തന്നെ ഒരുപാട് വ്യക്തികളെ പരിചയപ്പെടുക, അവരിൽ ഒരാളായിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. അവരെന്താണോ ഭക്ഷണം കഴിക്കുന്നത്, എന്താണ് അവർ ചെയ്യുന്നത്, അവരുടെ കൂടെ തന്നെ നിന്ന് അവരിൽ ഒരാളായിട്ട് ജീവിക്കുമ്പോൾ നമ്മൾ പുതിയൊരാളാവല്ലേ. അപ്പൊ അത് നമ്മൾ ജസ്റ്റ് ഒരു ബുക്ക് വായിച്ചോണ്ടോ മൂവി കണ്ടോണ്ടോ പറ്റില്ലല്ലോ, അത് ഫീൽ ചെയ്യല്ലേ, എക്സ്പീരിയൻസ് ചെയ്യല്ലേ. ഓക്കെ. അതേപോലെ ഇങ്ങനെയുള്ള ട്രാവൽ ചെയ്യുമ്പോൾ റിസ്ക് ഭയങ്കര കൂടുതലല്ലേ. ഇപ്പൊ ഒരു വീഡിയോ ഞാൻ കണ്ടത്, ബൈക്കിൽ പോകുന്ന വീഡിയോ ഇല്ലേ, ആ സ്ഥലം ഭയങ്കര ഹോണ്ടഡ് ആയിട്ട്, അല്ലെങ്കിൽ ഭയങ്കര ഇതുവഴിയൊക്കെ പോയി കഴിഞ്ഞാൽ തന്നെ വല്ല നെഞ്ചെടുപ്പ് വന്ന് വീഴുമോ എന്നുള്ള പേടിക്കുന്ന പോലത്തെ സ്ഥലത്ത് അവിടെ ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായി. അപ്പൊ നടു റോഡിൽ ഇറങ്ങി നിൽക്കേണ്ട വന്നു. അപ്പം ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോ എങ്ങനെയാ കൂടുതലും? എനിക്ക് ഭയങ്കര പാനിക് ആയിട്ടൊരു അരുണിമേനെ ഞാൻ കണ്ടു അവിടെ. എനിക്ക് തോന്നുന്നു എനിക്ക് ഭയങ്കര ബാഡ് എക്സ്പീരിയൻസ്. ഏറ്റവും കൂടുതൽ ഞാൻ പേടിച്ചൊരു സിറ്റുവേഷൻ ആയിരുന്നു. കാരണം അവിടെ ഓൾറെഡി ആ ഒരു വണ്ടി കിട്ടിയത് തന്നെ അത് അങ്കോളയിൽ വെച്ചിട്ടാ. നടക്കുമ്പോ തന്നെ ഫുൾ ഇങ്ങനെ ഫോറസ്റ്റ് ഏരിയയും ഗ്രാവൽ റോഡും 2 സൈഡും കാടും, അങ്ങനെ നെറ്റ്വർക്ക് ഇല്ല, ഒന്നുമില്ല, ലൈക്ക് ഒരു കണക്ഷനോ ഒന്നുമില്ല. വില്ലേജസ് തന്നെ ചില സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. അപ്പോ ഞാൻ ആക്ച്വലി വീഡിയോ ഓൺ ആക്കുകയാണ് ചെയ്തത്. അപ്പൊ ആള് പറഞ്ഞു, ലൈക്ക് എന്നെ ബാക്കിൽ ഇങ്ങനെ ടച്ച് ചെയ്യാൻ വേണ്ടി വന്നതാ. ഞാൻ വീഡിയോ ഓൺ ആക്കിയിട്ട് എന്താ അങ്ങനെ ചോദിച്ചപ്പോ ഞാൻ ഇംഗ്ലീഷിൽ ചോദിക്കുന്ന, ആള് പോർച്ചുഗീസിലാണ് പറയുന്നത്, എനിക്ക് ഭാഷ പോലും അറിയില്ല. അപ്പൊ ആള് പറഞ്ഞു ബാക്കിൽ ഇങ്ങനെ ചൊറിഞ്ഞതാണ് പറഞ്ഞിട്ടാണ് ആള് കാണിക്കുന്നത്. പിന്നെ ഞാൻ ലൈക്ക് ഷൗട്ടായിട്ടാണ് പറയുന്നത്. ചൂടായിട്ട് പറയുമ്പോ അവര് തിരിച്ചു പോവാണ് ചെയ്തത്. അയാൾ ആ വഴിയിലേക്കല്ല പോകുന്നത്, അല്ല തിരിച്ചാണ് പോയത്. അതെനിക്ക് ഭയങ്കര ഇതായിട്ട് സ്ട്രെയിഞ്ച് ആയിട്ട് ഫീൽ ചെയ്തു. ആ ഒരു ഫീൽ എനിക്ക് വന്നു. കാരണം ആള് തിരിച്ചു പോയി, അല്ലെങ്കിൽ നേരെ പോവായിരുന്നല്ലോ. അപ്പോ അതിനുശേഷം എനിക്ക് എന്റെ യൂട്യൂബ് ചാനൽ ആ വീഡിയോ കണ്ടറിയാം, ഒരുപാട് നല്ല ഫാമിലിന്റെ അടുത്താണ് ഞാൻ പോയത്. പിറ്റേ ദിവസം പോലീസ് സ്റ്റേഷനിൽ പോയപ്പോഴാണെങ്കിലും അവര് കുറെ സോറി പറഞ്ഞു. അവർക്ക് ഇവൻ അങ്ങനെ ആക്ഷൻ എടുക്കാനുള്ള ഒരു സംഭവങ്ങളൊന്നും നമ്മുടെ നാട്ടിലെ പോലെ ഇല്ല. അവരെനിക്ക് പോർക്കിന്റെ ഒരു ഫുഡൊക്കെ തന്നെ നൈസായിട്ട് ഒഴിവാക്കി. അവര് കുറെ സോറി പറഞ്ഞു. ഈവൻ നമ്മള് ഗൂഗിൾ ട്രാൻസ്ലേറ്റിലാണ് സംസാരിക്കുന്നത്. ഒരു ചെറിയ വില്ലേജിൽ കുറച്ച് ഇന്റർനെറ്റ് കിട്ടിയ സമയത്ത്. അപ്പോ അതാണ്
ആ ബാഡ് എക്സ്പീരിയൻസ് കഴിഞ്ഞ് ഞാൻ അത്രയും പാനിക് ആയിട്ടും ഞാൻ അടുത്ത സ്ഥലത്ത് എത്തിയപ്പോ നല്ല ഇതാണ് എനിക്ക് ഉണ്ടായത്. ഈവൻ അന്ന് ഞാൻ കഴിച്ചത് അവിടെ ചോറാണ് കഴിച്ചത്, പച്ച ചോറ്. അതിൽ മൊത്തം കല്ലായിരുന്നു. ആ കല്ല് തുപ്പി തുപ്പിയിട്ട് ഞാൻ ഇങ്ങനെ കളയുമായിരുന്നു. അത് ആ ഒരു രാജ്യത്തിന്റെ ദാരിദ്ര്യം ഭയങ്കരമായി എടുത്ത് കാണിക്കുന്ന അത് മാത്രല്ല അവിടെ കിടക്കുന്ന ആ റൂമിലാണെങ്കിൽ ഒരു വീട്ടില് 10 ആളൊക്കെ ഉണ്ട്, മത്തി ഇങ്ങനെ പൊരിക്കാൻ ഇട്ട പോലെ അവർ ഉറങ്ങുന്നത്. എന്നിട്ടും അവർ എനിക്ക് നല്ലൊരു സ്പേസ് തന്നു കിടക്കാൻ. സോ അങ്ങനെ ഒരു പരിചയമില്ലാത്ത എന്നെ അവർ എന്തിനാ ഹെൽപ്പ് ചെയ്യുന്നത്? സോ ഹ്യൂമാനിറ്റി ആണ് എന്താ പറയാ എന്റെ ട്രാവലിന്റെ ബേസ് എന്ന് എനിക്ക് പറയാം. അതുള്ളതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ട്രാവൽ ചെയ്യാൻ പറ്റുന്നത്. ഈ ലോകത്ത് എനിക്കുണ്ടാവുന്നത് മോശം അനുഭവങ്ങളും ഈ ലോകത്ത് മോശം ആളുകളും ആണെങ്കിൽ ഞാൻ ഓൾറെഡി അത് എക്സോസ്റ്റഡ് ഫീൽ ആയിട്ട് ഞാൻ എന്തായാലും സ്റ്റോപ്പ് ചെയ്യും. പക്ഷെ അത് സ്റ്റോപ്പ് ചെയ്യാതിരിക്കാൻ കൂടുതൽ ഞാൻ നല്ല ആളുകളെ കാണുന്നോണ്ടാ. ഇന്ത്യയിൽ മോശപ്പെട്ട ആൾക്കാരാണെന്ന് പറഞ്ഞ് ഈ കുട്ടി പുറത്തേക്ക് പോയിട്ട് അവിടെ നിറച്ച് മോശം അനുഭവങ്ങളാണല്ലോ എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട്. അപ്പം നമ്മൾ ഇന്ത്യ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ മറ്റു രാജ്യങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യ ബെറ്റർ ആണോ? അങ്ങനെ ഒരിക്കലും പറയാൻ പറ്റില്ല. അത് ഓരോ സിറ്റുവേഷനില. കാരണം ഞാനിത് ഏതോ ഇന്റർവ്യൂല് പറഞ്ഞതാണ് എല്ലാരും എടുത്ത് പറയുന്നത്. സ്റ്റിൽ അത് 2 ഇയേഴ്സ് മുന്നേ എന്തോ പറഞ്ഞതാണ്. അത് സേഫ് അല്ലെന്ന് പറഞ്ഞ കാരണം ഓൾറെഡി എനിക്ക് തോന്നുന്നു 8 മന്ത്സോളം ഞാൻ എത്യോപ്യയും കെനിയ അവിടെയൊക്കെ ട്രാവൽ ചെയ്തിട്ട് പിന്നെയും ഞാൻ ഇന്ത്യയിൽ ട്രാവൽ ചെയ്തു. അപ്പൊ ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായി. സെക്കൻഡ് ടൈം പോയപ്പോഴാണ് എനിക്ക് ആഫ്രിക്കയിൽ നിന്ന് എനിക്ക് ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായത്. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് എന്താ പറയാ ഇന്ത്യയിൽ എനിക്ക് കൂടുതൽ ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായി. അത് ചേഞ്ച് ആവുമല്ലോ. വേറെ ആഫ്രിക്ക എന്ന് പറയുന്ന 54 രാജ്യം, അതുപോലെ അറിയാത്ത ആളുകളാണ് ഈ വന്ന് കമന്റ് ഇടുന്നത്. ആഫ്രിക്ക എന്ന് പറയുന്ന ഒരു കോണ്ടിനെന്റ് അല്ല, ഒരു കൺട്രിയാണ്. അതിന്റെ ക്യാപിറ്റൽ സിറ്റി സൗത്ത് ആഫ്രിക്ക എന്നൊക്കെ വിചാരിക്കുന്ന ആളുകളും ഇന്നത്തെ കാലത്തുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതുപോലെ അറിയാത്ത ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ കമന്റ് ഇടുന്നത്. സോ ആദ്യത്തെ എനിക്ക് ഒരു ബാഡ് എക്സ്പീരിയൻസ് പോലും ഉണ്ടായിട്ടില്ല. അപ്പൊ എനിക്ക് അങ്ങനെ പറയാലോ. പിന്നീട് ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായപ്പോഴാണ് ഞാനത് പറഞ്ഞത്. അല്ലാണ്ട് നമ്മൾ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് മാറ്റി പറയുന്നല്ലോ. എക്സ്പീരിയൻസ് മാറുമ്പോഴല്ലേ നമ്മളെ സ്റ്റേറ്റ്മെന്റ്സ് മാറുന്നത്. അതൊന്നും ചിന്തിക്കാനുള്ള ബോധമില്ലാത്തവരാ പറയുന്നത്. അതാ ഞാൻ പറഞ്ഞത്. ഇപ്പം ഈ റീസെന്റ് ഉള്ള ഇഷ്യൂ, തുർക്കിയിൽ ഇഷ്യൂ ആണെങ്കിൽ പോലും അവിടെ ആൾക്കാര് കമന്റ് ചെയ്തതിനകത്തൊക്കെ ആൾക്കാർ പറയുന്നുണ്ട് ഇന്ത്യ സേഫ് അല്ല എന്ന് പറഞ്ഞ് പോയ കുട്ടികൾ. എന്നിട്ട് ഇപ്പൊ എന്തായി? അതെന്താ ഇന്ത്യ സേഫ് അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടാവാൻ പാടില്ലേ വേറെ കൺട്രിന്ന്? അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അതാണ്. ഓക്കെ. ഇനി ഈ ഇടയ്ക്ക് മറ്റേ ഗോത്രവർഗത്തിലേക്ക് കണ്ട് മാറ്റാൻ ശ്രമിച്ചു എന്നൊക്കെ കേട്ടു. അത് ഞാനിങ്ങനെ ഓൾറെഡി ഹിച്ചാക്കി ഇത് വന്ന ഒരു ഗ്രാമത്തിലെത്തിയ സമയത്ത് അവിടെ ഒരു വില്ലേജിൽ പോയി. അങ്ങനെ ഞാൻ അവിടെ പോയിട്ട് അവരെനിക്ക് എന്താ കഴിക്കാൻ വേണ്ടിയിട്ട് എന്തോ ഒരു സാധനം തന്നു. ഇങ്ങനെ ലേഹ്യം പോലെ ഇരിക്കണം. അത് പല്ലിന്റെ ഇടയിൽ വെച്ചു. മെഡിസിൻ ആണ് ഇത്, യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കോൺഫിഡൻസും ഫോക്കസും കിട്ടും എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ വെച്ചു. ഇവിടെ വെച്ചപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഭയങ്കര ഞാൻ ഇങ്ങനെ ഇരുന്നു, ചാരിയൊക്കെ ഇരുന്നൊരു സംഭവമായിരുന്നു. എനിക്കിങ്ങനെ എന്തോ ഒരു തലക്കൊരു വേദന ഒക്കെ പോലെ വരുന്നുണ്ടായി. കാരണം ഞാൻ സിഗരറ്റ് പോലും വലിക്കാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര പെട്ടെന്ന് എന്തായി. അത് കഴിഞ്ഞിട്ട് ഒരു പറഞ്ഞു ഇത് ഭയങ്കര സ്പിരിച്വൽ ആയിട്ടുള്ള സംഭവമാണ്, എന്തെങ്കിലും മെന്റൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ട് എല്ലാം ക്ലിയർ ആവുന്നൊക്കെ പറഞ്ഞു. ഞാനാണെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അത് വിചാരിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു കുറച്ച് പൗഡർ പോലത്തെ ഒരു സാധനം ഇങ്ങനെ കഴിച്ചു. അപ്പൊ തന്നെ ഞാൻ വൊമിറ്റ് ചെയ്തു. വൊമിറ്റ് ചെയ്തപ്പോ അവിടുത്തെ ആൾക്കാർ ഞാൻ അവരെ ഡിസ്റെസ്പെക്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് വൊമിറ്റ് ചെയ്തു. അതായത് അങ്ങനെ അത് അവരുടെ ഒരു കൈൻഡ് ഓഫ് ഡ്രഗ് ആണ്. പക്ഷെ അവരുടെ വിശ്വാസത്തില് അത് അവർക്ക് ഇപ്പൊ നമ്മളുടെ ശിവനെ തന്നെ കഞ്ചാവിൽ എത്ര നോർത്ത് ഇന്ത്യയിൽ പോയി കഴിഞ്ഞാൽ ഏതോ ശിവന്റെ എന്തോ ഫെസ്റ്റിവൽ ഉള്ള സമയത്ത് ലീഗലി പോലീസുകാരനാണ് വന്നതാക്കുന്നത്. അതിനൊന്നും ഇഷ്യൂ ഇല്ലല്ലോ. അത് സ്പിരിച്വലി വരുമ്പോ ഡ്രഗ് ആയാലും എന്തായാലും ഇഷ്യൂ ഇല്ല, നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. അല്ലാത്തപ്പോ കുഴപ്പമില്ല. അങ്ങനെയാണല്ലോ നടക്കുന്നത്. സോ അങ്ങനെ ഞാൻ വോമിറ്റ് ചെയ്തിട്ട് അവര് പിന്നെ പറഞ്ഞു എന്താണ് നിനക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ല, നീ ഡിസ്റെസ്പെക്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാക്കി. അപ്പൊ ഓൾറെഡി അവിടെ ഞാൻ നോക്കിയപ്പോ ഫ്രാൻസിൽ നിന്നും അർജന്റീനയിൽ നിന്നൊക്കെ വന്ന ആൾക്കാരുണ്ട്, ഇതുപോലെ എന്നെ പോലെ വന്നവരാ. പിന്നെ അവർ അവിടെ തന്നെയാ. ഞാൻ പക്ഷെ അവിടുന്ന് രക്ഷപ്പെട്ടു. ലൈക്ക് ഞാൻ പറഞ്ഞു എനിക്ക് എന്തായാലും ഞാൻ ഇന്ന് പുറത്താണ് താമസിക്കുന്നത്, നാളെ ഞാൻ ഇങ്ങോട്ട് വരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ താമസിക്കുന്ന സ്ഥലമൊക്കെ പറഞ്ഞു കൊടുത്ത് അങ്ങനെ പിറ്റേ ദിവസം ഞാൻ അവിടെ പോയി. എനിക്കിത് കേട്ടപ്പോഴേ പെട്ടെന്ന് യോധയ്ക്കകത്ത് ജഗതി പോയിട്ടൊരു, കാരണം അവരെന്നെ വീഡിയോ എടുക്കാൻ സമ്മതിച്ചിട്ടില്ല. ഞാൻ യൂസ് ചെയ്യുന്ന എന്റെ ഫേസ് മാത്രം എടുത്തത്. അവിടെ നിങ്ങൾ കണ്ടാൽ തന്നെ പേടിക്കും. കാരണം ഫുള്ള് എന്താ പറയാ സ്കള്ള് അങ്ങനത്തെ സംഭവങ്ങള്, ഒരു ബ്ലാക്ക് മാജിക് സംഭവം പോലെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു എല്ലാവിടെയും. പിന്നെ അവരെന്റെ അടുത്ത് പറഞ്ഞു ഞാൻ ആമസോൺ ഫോറസ്റ്റിലേക്ക് പോവാണ് നെക്സ്റ്റ് എന്ന് പറഞ്ഞപ്പോ അവര് പറഞ്ഞു അവിടെയും സെയിം സിറ്റുവേഷൻ ഉണ്ടാവുന്നു. പക്ഷെ അവിടെയും സെയിം സിറ്റുവേഷൻ തന്നെ ആയിരുന്നു. പക്ഷെ അവിടെ അവര് ഫോഴ്സ്ഫുള്ളി ഒന്നും യൂസ് ചെയ്യാൻ പറഞ്ഞില്ല. എൻ്റെ ഒരു സ്വിറ്റ്സർലൻഡിൽ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവിടെ പോയി ഞാൻ താമസിച്ചതിന് ശേഷം എനിക്ക് കൂടുതൽ ദിവസം അവിടെ താമസിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിട്ട് ഞാൻ ഇതൊന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട് അവരെൻ്റെ അടുത്ത് പറഞ്ഞു
അവിടെ താമസിക്കാൻ പറ്റില്ല, ഇതൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ അവിടെ വരാറ്, അപ്പൊ അതുകൊണ്ട് യൂസ് ചെയ്യാൻ പറ്റില്ല പറഞ്ഞിട്ട് ഞാൻ അവിടുന്ന് പോരേണ്ട സിറ്റുവേഷൻ വന്നു. ആ സ്വിറ്റ്സർലൻഡിൽ ആ പയ്യൻ ഓൾറെഡി അവിടെ 2 months ആയിട്ട് ഇതൊക്കെ യൂസ് ചെയ്ത് അവിടെ നിൽക്കാം. ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആളുകൾ വരുന്നത്. പിന്നെ എന്തോ ബ്ലാക്ക് മാജിക് സംഭവങ്ങളുണ്ട്, പിന്നെ എന്താ പറയാ ആയുർവേദ മെഡിസിൻസ് എന്തൊക്കെയോ ആള് ചെയ്യുന്നുണ്ട്. ഇതിനൊക്കെ വേണ്ടി മാത്രമേ ആളുകൾ അവിടെ വരാറുള്ളൂ. ഞാനിതൊക്കെ കാണാൻ വേണ്ടിട്ടാ. പക്ഷെ അതൊന്നും എന്റെ വീഡിയോയിലില്ല, കാരണം അവര് വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല. എന്റെ ഓൾറെഡി റെയ്ബാന്റെ മറ്റേ മെറ്റാ ഗ്ലാസ് ഉണ്ട്, പക്ഷെ എന്നാൽ പോലും ഞാൻ അവരെ ഇതാക്കണ്ടെന്ന് ഓർത്തിട്ട് ഞാൻ അതൊന്നും വീഡിയോ എടുത്തിട്ടുണ്ടായില്ല. കാരണം ആ സ്വിറ്റ്സർലൻഡിൽ അവൻ അറിയാതെ, അപ്പൊ അവൻ അവിടെ താമസിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ഇതായ അവനും ഇതാവുന്നുള്ള രീതിയിൽ അങ്ങനെ പോയി പെട്ടു പോകുന്ന ആൾക്കാരുണ്ടാവില്ലേ ഇങ്ങനെ ട്രാവൽ ചെയ്ത് പോയിട്ട്? അങ്ങനെ ഞാനങ്ങനെ ആരും കണ്ടില്ല. ഈ ഒരു അർജന്റീനയിലും ഫ്രാൻസിലെയും 2 പേരാണ് കണ്ടു. പക്ഷെ അവരിൽ ഒരാളെ ലോക്കൽ ആളെ പോലെ തന്നെ ആയി. അതായത് അവരും എന്നെ ഇങ്ങനെ ഇത് ഭയങ്കര നല്ലതാണ്, എന്താ പറയുക, ലൈഫ് പണ്ട് ഭയങ്കര ഇതായിരുന്നു, ഇപ്പൊ നല്ലതാണ്, ഇപ്പൊ ഞാൻ എന്തോ സ്പിരിച്വൽ വേലാണ് എന്നൊക്കെ പറഞ്ഞ് അവരെന്തോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലായിരുന്നു അവർ പറയുന്നത്. എന്തോ ട്രിപ്പ് കിട്ടിയതായിരിക്കും. അങ്ങനെ ഒരു ലൈക്ക് അവരേ ഉള്ളൂ 6 months ആയി അവിടെ അങ്ങനെ നിൽക്കുന്നു. സ്മാർട്ട് ഫോൺ പർച്ചേസിന് ഓക്സിജൻ നൽകുന്ന ഉറപ്പ്. ഏറ്റവും കുറഞ്ഞ വില, വമ്പിച്ച കളക്ഷൻസ്, ബെസ്റ്റ് ഫിനാൻസ്, ക്യാഷ് ബാക്ക് ആൻഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ. സ്മാർട്ട് ഫോണിന് ഓൺലി ഓക്സിജൻ. Oxygen, the smartphone expert.